ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. നെഞ്ചകം തണുള്ളപ്പോൾ പടച്ചോനെ മറന്നിടുന്നു. സ്വന്തം കൽബിലൊരു നരകം തീർക്കുന്നു. ആ നരകത്തിന് കാവലായി തീരുന്നു. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. കരളും ഒന്നും സ്നേഹത്തിൽ കനിയാതെ, കാതിൽ വീഴുന്നൊരു പിൻവിളി കേൾക്കാതെ, മോഹം പതഞ്ഞ് മോദം കുമിഞ്ഞ് കനവു കരിഞ്ഞ് ഉള്ളു പിടഞ്ഞ് ആ വഴി പോകരുതെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ. ആ വഴി പോകരുതെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. സ്വർഗത്തിൽ പോകാതെ, ഇരവും പകലും ഉടയോനോടിരക്കാതെ, പണമേറെ കണ്ട് കൊതിയേറിക്കൊണ്ട് ഇബിലീസുകളൊത്ത് മനസ്സാകെ മത്ത് ആ വഴി പോകരുതെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ. ആ വഴി പോകരുതെന്ന് പടച്ചവൻ പറഞ്ഞതല്ലേ. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. നെഞ്ചകം തഴുകുന്നൊരു തണലുള്ളപ്പോൾ പടച്ചോനെ മറന്നിടുന്നു. സ്വന്തം കൽബിലൊരു നരകം തീർക്കുന്നു. ആ നരകത്തിന് കാവലായി തീരുന്നു. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. പടച്ചോനെ, ആ വലിയ ചെങ്ങൻകോയി എവിടെ? എടി, ആ വലിയ ചെങ്ങൻകോയിനെ കാണുന്നില്ലല്ലോ. അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എനക്ക് പറഞ്ഞാ മതി. ഓമാനോർക്ക് നേർന്നിട്ട കോയിയാ അത്. ഓ, തുടങ്ങി ഉമ്മ. എന്തെങ്കിലും ഉണ്ടാവും രാവിലെ തന്നെ. അതെവിടെയെങ്കിലും തെണ്ടി പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ അതിന്റെ കാര്യം ആലോചിക്കുമ്പോ വരുമെന്ന് നോക്കാം. ആ, എണീറ്റ് വന്നോ? ഇന്ന് പണിയുണ്ടാവോ? ഇതങ്ങ് ഇട്ട് കൊടുത്തേ. ഞാൻ അവന് ചായ കൊടുക്കട്ടെ. ചായ. നിനക്ക് പണിയുണ്ടോ? എന്നാ വേഗം ഒരുങ്ങിക്കോ, സമയം കുറെ അയക്കണ്. നോക്ക് ഇജ്ജ്, നമ്മുടെ ആ വലിയ ചെങ്ങൻകോയില്ലേ, അതിനെ കാണാനില്ലടാ. കാണാനില്ലെന്നോ? ആ, ഇന്നലെ കൂട്ടിയിട്ടുണ്ടാവില്ല. അത് വല്ല മരക്കൊമ്പത്തുണ്ടാവും. അതിങ്ങോട്ട് വന്നോളും. ഇങ്ങളെ ഒരു കോയി, നേർച്ച നേർന്ന കോയി. അത് വന്നാ മതിയായിരുന്നു. എന്തടി, അനക്കിന്ന് സ്കൂളൊന്നുമില്ലേ?
സെൽമത്തെന്തേ? ഇത്താത്ത കുളിക്കുക. എന്താ അമ്മ ഇങ്ങനെ ആലോചിക്കണേ? ഒന്നുമില്ല. കോയിനെ ആലോചിച്ചാവും. ഓടി അവിടുന്ന്. 10 പഠിക്കുന്ന പെണ്ണാ, ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. നേരം കൊറേ ആയി. ഫോണുണ്ട്, ഈ പോയി കുളിച്ച്. എന്താ പോയേ? ഇന്നലെ എവിടെ കിടന്നിരുന്നത്? ഏയ്, വീട്ടിക്ക് എത്തിയോ? എത്തിയോന്ന് ചോദിച്ചാ എത്തി, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അതെന്താ? നേരം വെളുത്ത് പൂസറങ്ങി നോക്കുമ്പോ തല വീടിനകത്തും കാല് രണ്ടും പുറത്തു നിന്നു. പൊന്നാര ചെങ്ങായി, ഇതൊന്നും ഒഴിവാക്കിക്കൂടെ? ഇതെന്താ കുത്തുവലേ? ഇത് തോർത്തായിട്ട് ഉപയോഗിക്കാം, വലയായിട്ട് ഉപയോഗിക്കാം. അതല്ലേ ഇതുകൊണ്ടൊരു മെച്ചം. ഇങ്ങനത്തെ തോർത്തായതുകൊണ്ട് കുളിക്കലുമായി മീൻ പിടിക്കലുമായി. ഇങ്ങനത്തെ 2 തോർത്തുണ്ടെങ്കിലോ ഒരു കറിക്കുള്ള മീൻ കിട്ടും. റയ്യാനത്തെ എന്റെ വർക്കിംഗ് ഡ്രസ്സിന്റെ കവർ എടുത്താടി. ഇപ്പൊ എടുക്കാ. ഇജ്ജ് വരുമ്പം കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചോണ്ടി. ഈ പോരണ്ടടി. ഇക്കാക്ക അങ്ങാടിക്കല്ലേ, ഞാൻ ബിന്ദുന്റെ കൂടെ വന്നോളാം. എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു, ഒന്ന് എടുത്താ. ഇനി ചെങ്ങാതിമാർക്കൊന്നും ചോറില്ലാന്നും പറഞ്ഞ് ചോറ് തിന്നാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട. സെറീനത്താൻ കണ്ടാ ഞങ്ങള് ചോദിച്ചു പറയണട്ടാ. സെറീനത്തെ? ഞങ്ങളുടെ എത്താത്ത കരിമ്പനക്കിലെ മൂസാജിന്റെ മോളെ അറിയില്ലോളെ? എടേ പോട്ടമ്മ. ഇനി എന്റെ പോക്കപ്പെടാ, ഒരുങ്ങാറായില്ലേ? നമ്മളിന്ന് ഒപ്പല്ലേ പോവാ. ഞാൻ സ്കൂളിലേക്കും ഉമ്മക്കേരി മാജിന്റെ അടുക്കളയിലേക്കും. എത്ര കാലായി ഇക്കാക്ക പറയണ് ആ പണിക്ക് ഇനി പോണ്ടാന്ന്? ഓൻ പറയുന്ന എന്റെ കാര്യം. നിങ്ങളെ ബാപ്പ മരിച്ചപ്പോ തുടങ്ങിയത് അവിടുത്തെ പണി. അതുകൊണ്ടാ നിങ്ങളെയൊക്കെ പോയിട്ട് വലുതാക്കിയത്. ഞാൻ അധ്വാനിക്കുന്ന കാണുമ്പോ എന്റെ കുട്ടിക്ക് സഹിക്കലുണ്ടാവില്ല. അതുകൊണ്ടാ ഓൻ അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ 2 എണ്ണത്തിനെ കെട്ടിച്ചു വിടണ്ടേ? അതിനോൻ ഒറ്റയ്ക്ക് പണിയെടുത്തുണ്ടാകുമോ? മൊയ്തീനെ, നീ ആ പണിയെടുക്ക്, അവനിങ്ങ് വന്നോളും. ആരാ വരാനുള്ളത്? നമ്മുടെ പാച്ചുവേ, അവൻ അങ്ങാടിയിലെ കച്ചവടം കഴിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങോട്ട് എത്താൻ. ഇവനൊന്നും മരുന്ന് കിട്ടിയിട്ടില്ലേ? അതല്ലേ പണിക്കൊരു സ്പീഡില്ലാത്തത്. ഓ, പുക അല്ലേ കേട്ടാ? അത് തന്നെ. നിനക്കത് പെട്ടെന്ന് മനസ്സിലായി. എന്താ നോക്കലുണ്ടോ? ഏയ്, നിങ്ങളെന്തായി പറയണത്? എന്താ കാഞ്ചു, ഇന്ന് കച്ചവടത്തിന് പോയില്ലേ? ആ കുറച്ചങ്ങോട്ട് നീ കീർക്കടോ. എന്താ പോരാട്ടെ, മരുന്നെത്തിയില്ലേ? അണ്ണാച്ചി എന്നെ അണ്ണാച്ചിന്ന് വിളിച്ചാണ്ടല്ലോ. ഓ, തുടങ്ങി രണ്ടും കൂടെ. നീ ആ ചായ ഒന്ന് കുടിച്ചിട്ട് പോകുന്നുണ്ടോ? നീ ആ പൂച്ചപ്പാച്ചുവിനെ കണ്ട എളുപ്പം ഇങ്ങോട്ട് വരാൻ പറയും. എന്നാലേ ഈ പൊറോട്ട എളുപ്പം ചുട്ടി തീരും. കണ്ടേ പറയാ. നമുക്ക് ആ സരിക ബസ്സിന് പോവാം, എന്നാ ലേറ്റ് ആവൂല. ഞങ്ങളാ ബസ് സ്റ്റോപ്പിലുണ്ടാവും. വൈകിട്ടൊന്നുമില്ല, നിങ്ങക്ക് തോന്നണതാ. ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തിക്കണെന്നറിയാം. ഈ എന്താ ഒന്നും ഉണ്ടാത്തത്? എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. റോഡിന്റെ പക്കത്തുനിന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ അങ്ങോട്ട് വരി വൈകുന്നേരം. എന്താ പത്ര വിശേഷം? അതൊക്കെ പറയാം.
നിങ്ങൾ അങ്ങോട്ട് വരി, ഞാൻ പോവാ. നാളത്തെ കേരള വരൂ അണ്ണ, വരൂ വരൂ. 10 ലക്ഷം 10 ലക്ഷം നാളെ 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 ഭൂട്ടാൻ, സിക്കിം, കുവൈറ്റ്. പൂച്ചേ, എന്താടി നിന്നെ ഗംഗച്ച അന്വേഷിക്കുന്നുണ്ട്. എന്തിന്? നീ ആ മേദീന് കഞ്ചാവ് എത്തിച്ച് കൊടുക്കാനിട്ട് അവിടെ പെരാട്ട പണി നടക്കണില്ല. ആ ഞാൻ പോയിക്കോളാം, നീ പോയിക്കോ. മേദിയേട്ടാ വിറ്റത്, സ്ഥിര ആളുകളൊക്കെ വന്നു പോയില്ലേ, ഇനി നാളെ ആവാം. ദേ എന്റെ കാര്യത്തിൽ ഇടപെടല്ലേ, ഓടി. പോലീസ് എന്താ അവിടെ? ആടാ അവിടെ ഒന്നുമില്ല സാറേ, ഞാൻ വെറുതെ ഇങ്ങനെ കഞ്ചാവുണ്ടോ കയ്യില്ല സാറേ. എന്താടാ അത്? പൈസ സാറേ. പൈസ എല്ലാരും പോകില്ലല്ലോ വെക്കാറ്. അതിങ്ങനെ കുറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇനി ഈ ഏരിയ കണ്ടുപോകരുത്. ഓടാ അവിടുന്ന്. തന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാൽ ഇന്നത്തെ കച്ചവടം മതിയെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓടി അണ്ണാച്ചി നിന്റെ തന്ത. ഞാൻ ലോട്ടറി 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 നാളെ നാളെ നാളെ. എന്റെ അമ്മ എന്തൊരു കഷ്ടാത്. പോലീസാണ് കാണിക്കാന്ന മനുഷ്യനെ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ പിന്നെ ഓ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ലായിരുന്നു. നീ ആരാന്നാടാ നിന്റെ വിചാരം? എടാ നീ പോലീസാണെങ്കിൽ ഞാൻ പട്ടാളമാടാ പുല്ലേ. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ ഞാൻ ഒരു ചവിട്ട്. എടാ ഫുൾ. അയ്യോ എന്താ പൂച്ച ഒരു ചാട്ടം? ഒന്നുമില്ലടാ പട്ടികളെ. അനാവശ്യം പറഞ്ഞല്ലോ, ഒരൊറ്റ ചവിട്ടിന്റെ കോടലാണ്. വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. എടാ നമ്മളെല്ലാരും കുടിയന്മാരല്ലേ? ആണല്ലോ. എന്നാ നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം. അത് നമ്മളെല്ലാരും ഇപ്പൊ വലിയ കെട്ട് വേണ്ട. ഇത്രയും വലിയ കെട്ടതാകാനുള്ള ശേഷി എനിക്കില്ല. എനിക്കും. അല്ല ആരായി പുതിയൊരു കുറ്റിച്ചൂല്? ഇതിനെ ബാർന്ന് കെട്ടിയതാണ്. ഇവന്റെ കയ്യിലൊരു പൈന്റുണ്ടായിരുന്നു. ഒരു പൈന്റ് താങ്ങാനുള്ള ശേഷി ഇവരില്ലേ. അപ്പോഴാ ഞാനും കോയെ 2 അടിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ ആ പൈന്റിൽ ഞങ്ങളും കൂടി. കുടിയന്മാർക്ക് ഇപ്പൊ കൂട്ടവും കുടുംബം തന്നെ തറവാടൊന്നുമില്ലല്ലോ. എവിടെ നിന്നാണെങ്കിലും 2 അടിക്കണം. അത് തന്ത വാങ്ങി തന്നാലും ശരി, മകൻ വാങ്ങി തന്നാലും ശരി, അടിക്കണോ അടിക്കും. അല്ലാതെ എനിക്ക് ഉറക്കു വരില്ല. ഇന്നെന്നെ SI നാട്ടുകാരെ അടക്കി വെച്ച് തള്ളി. കഞ്ചാവ് കച്ചവടം ചെയ്ത കൊന്നുകളയുന്ന വരെ പറഞ്ഞു. ആഹാ, എന്നാ അവനെ വെറുതെ വിടരുത്. അവൻ SI ആണെങ്കിൽ ഞാൻ സർക്കിളാണ്. വിഡ്ഢികളെ, ഒരു സ്ഥലത്ത് 2 സർക്കിള് വേണ്ട. ഓ അത് ശരിയാണല്ലോ. അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യ? ഐഡിയ. നീ സർക്കിൾ ആകണ്ട, LG ആയിക്കോ. പൊട്ടൻ. LG അല്ലടാ, FG. ഇത് രണ്ടുമല്ലടാ റാസ്കൽസ്. IG. ഞാൻ IG ആയിക്കോളാം. ഇവൻ IG, ഞാൻ സർക്കിൾ, നീ DIG, ഇവൻ CI. നമ്മളെല്ലാവരും കൂടി ആ SIനെ അടിച്ച് നിരത്തണം. നിരത്തും. നിരത്തുന്ന കാര്യം നിങ്ങൾ നോക്കോ, ഞാൻ പരത്തും. എന്നാ ഇനി ഒരവസരം കിട്ടുമ്പോ നമ്മൾ ആ SIനെ അടിച്ചു നിരത്തും.
ഞാൻ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിനെ കണ്ട് 2-3 പൊതിയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങാടിയിലേക്ക് വരും. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് തീർക്കണം കേട്ടോ പണി. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ വീട്ടിലെ പോലും പണി വേണം. കയ്യായിരിക്കൂല്ലേ? കൈ പെട്ടെന്ന് അടിക്കണം. നിങ്ങൾ ചെന്നോടുമ്പോ തന്നെ 2 ആൾക്കാർ സംശയത്തിന്റെ മോൾ ഭാഗത്ത് അടിച്ചോളേ. കുറെ കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോ ഒന്ന് വൈകുന്നേരമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാപ്പോക്കാൻ്റെ അവിടെ തുടങ്ങാനേ. നമ്മളൊരു പണി ഇട്ട് അയിമ ഇങ്ങനെ കൂടിയിട്ട് കാര്യമല്ലല്ലോ. ഇന്നലെ ഏതാ പടം കണ്ട്? ഉച്ചന്റെ മുന്നിലാണല്ലോ പെട്ടത്. നല്ല പടാണല്ലേ? റിയാസ് എവിടെ നീ? നിന്നെ ഇപ്പൊ കാണാൻ തന്നെ ഇല്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഓ നിനക്കിപ്പോ നിന്റെ കൂട്ടുകാരൻ വരേണ്ടി വരും ഗൾഫിന്ന്. ഏയ് അതുകൊണ്ടൊന്നല്ല, ഞാൻ ഇങ്ങനെ ഓരോ തിരക്കായിട്ട്. എന്ത് തിരക്ക്? ഇടക്കൊന്ന് വാ, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ഞാൻ വരാം. ആഹാ എല്ലാവർക്കും വരാട്ടോ, നമ്മക്കൊന്ന് കൂടാന്ന്. എന്നാ ഞാൻ പോട്ടെ, ലേസം തിരക്കുണ്ട്. ജോന്റെ കമ്പനിയിൽ ഇടക്ക് പോയി കൂടാറുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഫിറോസ് വരുമ്പോ ഒന്ന് പോലുണ്ട് എന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതൊന്നല്ല, ഞമ്മക്കറിയാം. എന്താ അറിയാന്ന്? ഈ പോടാ. അല്ല ഈ പാച്ചുവിനെ എല്ലാരും പൂച്ച പൂച്ചാന്ന് വിളിക്കണ എന്തോണ്ടാ? പതുങ്ങിയ നടക്കുക, അതന്നെ രാത്രി സഞ്ചാരം കുറച്ച് കൂടുതൽ. ഞാനും കേട്ടിട്ടുണ്ട്. അതെ, നിങ്ങളിങ്ങനെ അതും ഇതും പറഞ്ഞാലേ പണി സൈറ്റിലെത്താൻ ഉച്ചയാവും. വേഗം പോരി. എന്തത് ബിയർ മഴയോ? ഇവന്മാരെത്തിയോ? ഫിറോസെങ്ങാനും വന്നോ? ഒരു പിഴി. അവന് അതും കൂടെ കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ തലയിൽ നിൽക്കുക. ഇതൊന്നും അല്ല, രാവിലെ തന്നെ ഇതൊക്കെ എവിടുന്ന വലിച്ചേറ്റ് വരുന്നാവോ? ഇതിനൊക്കെ പൈസ എവിടുന്ന്? എടാ ഞാൻ കത്തിച്ചേരാടാ. അത് എനിക്ക് എടാ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് വീട്ടിലെത്തിക്കാൻ നോക്ക്. അങ്ങോട്ട് കൊണ്ടു ചെല്ലേ, എന്നിട്ട് വേണം കുഞ്ഞാമ്മയുടെ വായിന്ന് തെറിയാക്കാൻ. അതെന്താ എന്നും ഇത് തന്നെ കെങ്കേട്ടാ സ്ഥിതി? പുറത്തെ തിണ്ണേല കിടത്തം തന്നെ. എന്നാ പിന്നെ കൊണ്ടുപോകണ്ട, അവിടെ കിടക്കട്ടെ. അല്ലാതെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. അല്ല പിന്നെ എന്താ ചെയ്യാ? ഓരോരുത്തന്മാരെ ഹലോ, വാ 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 വാ. എല്ലാരും എന്നാ മച്ചാ പാത്ത് എവ്വളോ നാളാച്ച്? നീ ഇല്ലാതെ കമ്പനിക്ക് ഒരു ത്രില്ലില്ലടോ. ഞാൻ വന്നു പോയിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾക്ക് അത് 6 വർഷം പോലെയാ. അധികം സൂചിപ്പിക്കല്ലേ. അല്ല നീ എന്താണ് തമിഴൊക്കെ പറയണേ? അവനിപ്പോ തന്തപ്പടിയുടെ മലബാർ റിസോർട്ടിന്റെ MD അല്ലേ പോണ്ടിച്ചേരി. പ്രൊമോഷനും കിട്ടിയോ? അത് പ്രൊമോഷൻ അല്ല, പണിഷ്മെന്റ് ട്രാൻസ്ഫറാ. അതെന്താ കാര്യം? അല്ലെങ്കിൽ വാണിഭ കേസിന് അകത്ത് പോയനെ. നീ പോടാ. നിന്റെ പപ്പയും അമ്മയൊക്കെ എവിടെ? സ്റ്റേറ്റിൽ തന്നെയാണോ? അവരങ്ങനെ പറന്നു നടക്കും, ഫ്ലൈറ്റ് പോകുന്നിടത്തേക്കല്ല. ദൈവത്തിന്റെ നാട്ടിലേക്ക് മാത്രം വരാറില്ല. ഉമ്മ ചായ. ചായ വേണ്ട, തണുത്ത എന്തേലും മതി. എന്നാ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുത്താ മതി. എന്താടാ വരുന്ന വഴിക്കൊന്ന് മിനിങ്ങിയാ? ഒരു ബിയർ, അത് കൂടുതലൊന്നും കഴിച്ചില്ല. വേണ്ട പോനെ, എന്നോട് വേണ്ട. വെള്ളം കുടിക്കലാ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള്? നല്ല ഇருக்கு. പിടിക്ക് പിടിക്ക്. മച്ചാ ഞങ്ങൾ ഇറങ്ങാ, കുറച്ച് ധൃതിയുണ്ട്. ഓക്കെ എന്നാ സീ യു. ഞാൻ വിളിക്കാം, കാണണം. ഓക്കെടാ, ചെല്ല് ചെല്ല് ചെല്ല്. ഹലോ ഹലോ, കുഞ്ഞാപ്പു അല്ലേ? അതെ, ആരാണ്? ഏടാ പാരെ,
ഇത് ഞാനാ ഫിറോസ്. അളിയാ ആ അളിയ നീ എപ്പോഴെത്തി? ആ ഇന്നലെ രാത്രി എത്തി. നിന്റെ നമ്പർ മാറിയല്ലേ, അതെനിക്ക് മനസ്സിലാവാഞ്ഞ്. പിന്നെ വൈകുന്നേരം കാണണം, നീ എവിടെ പോകരുത്. ഇല്ല, ഞാനിവിടെ ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്, റിയാസിന്റെ വീട് വരെ പോയി അവനെ കൂട്ടി വാ. ഓൻ പണിക്ക് വിടണ്ടോന്ന് അറിയില്ല, ഞാൻ പോയി നോക്കാം. ഓക്കേ ഓക്കേ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ പാട്ട് വെച്ച് ഒല്ല മൂട്ടിലോറും. എടാ നേരത്തെ അടിച്ചതൊന്നും ആയിട്ടില്ല. നോക്ക് നമുക്ക് എടാ നമുക്ക് 2 പെഗും കൂടി അങ്ങോട്ട് പോയി അടിച്ചാലോ? ഒരു പെഗ് അടിക്കാൻ പോലും സ്റ്റാമിന ഈ ശരീരത്തിലില്ല. നീ പോയി കുടിച്ചോ, കാശ് എന്റെ പറ്റില് എഴുതിയാ മതി. ആ ശരി. എടാ പോടാ. വീഡിയോ ഉണ്ടായിരുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാ, അത്തറൊന്നു വേണ്ടേ. പണ്ടാരം കുരിശായിന്നാ തോന്നണേ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഏട്ടാ എന്തെങ്കിലും പറ്റിയേട്ടാ? പുല്ല് വണ്ടി ഇടിച്ചല്ല പാടത്തിട്ടത് പോലെ വല്ലതും പറ്റിയോന്നോ? ഞാനല്ല, ഓട്ടോറിക്ഷക്കാരനാ. നീ അല്ലേ? എനിക്ക് 5000 കിട്ടണം. എനിക്കിപ്പോ ആസ്പത്രിയിൽ പോണം. എന്റെ ഹൗസിംഗ് കംപ്ലീറ്റ് തകർന്നു. ഒരു ഹൗസിംഗും ഇല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം തെണ്ടി? ഞാനല്ല, മുന്നിൽ പോയ ഓട്ടോറിക്ഷയാണേ. വേണ്ട, എന്റെ അടുത്ത് വേഷം കെട്ടണ്ട. ഞാൻ കണ്ടു. 5000 ഇല്ലെങ്കിൽ വേണ്ട, 1000 തരാം. ഞാൻ 10 പൈസ തരൂല, ഒരു 500 ഉറുപ്പ്യയിലും തരണം. എടാ ഇത് വലിയ കഷ്ടായല്ലോ. ഒരു 100 തരാൻ തന്നെ വിടൂല. വേണ്ട, ഒന്നും തരണ്ട. എവിടുന്നേലും കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചാ മതി. അത്രേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവാൻ. എന്റെ അടുത്ത് കൊഞ്ചാൻ വരരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ കൊഞ്ചാ? ഇക്കാക്കാന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. പറഞ്ഞു കൊടുത്ത കാര്യം എളുപ്പമായി. പിന്നെ മാറു മാത്രം ഉണ്ടാക്കിയാ മതിയല്ലോ. അയ്യേ, കണ്ടാലും മതി വീപ്പക്കുട്ടി. എന്താടി വിളിച്ചത്? ഉമ്മാനെ വിളിക്കണമെന്നില്ല. ഞാനാണ് കുഞ്ഞാപ്പ്. എന്താ വേണ്ടത്? ഞാൻ റിയാസിനൊന്ന് കാണാനാ. ഫിറോസ് വന്നിട്ടുണ്ട്. ഓനിവിടെ ഇല്ലല്ലോ, പണിക്ക് പോയതാ. എന്നാ ഞാൻ പോവാ. എന്താടി? ഇക്കാക്കാനെ ചോദിച്ചു വന്നതാ ആ ഫിറോസ് വന്നേക്കണെന്ന്. വാ, ഞാൻ നോക്കിക്കോ, ഇക്കാക്ക് എന്നും നേരം വൈകിയേ വരുള്ളൂ. എന്താ ഈ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ എന്താ എനിക്ക് കാണണമെന്ന് പറഞ്ഞൂടെ? അതല്ല ശരി, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് ബാപ്പയോ അക്ബർക്കൊക്കെ അറിഞ്ഞെന്താ? നിങ്ങളെ പെണ്ണാണ് ഞാൻ ഇന്ന്. പണ്ടേ എല്ലാരും പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ? അതെ, എന്നാലും ഒരെന്നാലും ഇല്ല. ബാപ്പാര് തമ്മിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അതാണോ സ്ഥിതി? എന്റെ ബാപ്പാന്റെ നില എന്താ? ഞങ്ങളെ നില എന്താ? എന്താ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കാട്ടിൽ നിന്നും മരം വെട്ടി പുഴയിലൂടെ തെരപ്പം കുത്തി കല്ലായിൽ കൊണ്ടുവന്ന് മരം വിറ്റിരുന്ന ചങ്ങായിമാരുടെ കഥ. അന്ന് അവർ തമ്മിൽ പറഞ്ഞ ഒരു വാക്ക്, അതല്ലേ നമ്മുടെ ബന്ധത്തിന്റെ കാരണം. അല്ല, എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടണ്ടായിട്ട് തന്നെയാ. അന്റെ ആങ്ങളെ പള്ളിക്കൊലായ്മരുന്ന് പറഞ്ഞു എന്ന് പറയുന്ന കേട്ടു. അന്നെ എനിക്ക് കെട്ടിച്ചു തരൂലെന്ന്. അങ്ങനെയും പറഞ്ഞു വിചാരിച്ച് അതാ നടക്ക? അതല്ല, അക്ബറാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേട്ടപ്പോ നിങ്ങൾക്കും തോന്നി അങ്ങനെയാ നടക്കാന്നല്ലേ?
അതൊക്കെ കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു അതാ ഞാൻ. നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചോ? നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കരയാൻ വേണ്ടി പറഞ്ഞാൽ റിയാസേ, എന്താടാ? ഇവിടെ വാടാ. എന്താ? ഇവിടെ വാ. എന്നാ നീ പോയിക്കോ. എന്താടാ? ഞാനിങ്ങനെ ആലോചിച്ചു പണി കഴിഞ്ഞിട്ട് ഈ അവിടെ പോയതെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു ഈ ഇവിടെ കാണൂന്ന്. ഊഹം തെറ്റിയില്ല. എന്താ കാര്യം? എടാ ഫിറോസ് വന്നിക്കണ്. നിന്നെ കാണണം, വൈകുന്നേരം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ തെരഞ്ഞു വന്നത്. നീ വണ്ടി കയറ്. ഉമ്മാനോടൊന്ന് നേരത്തെ ചെല്ലാന്ന് പറഞ്ഞതാ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിന് ഇനി സമയമുണ്ടല്ലോ. ഇജ്ജ് വണ്ടി കയറ്. ഈ എവിടെ പോയിന്നാണ് ഈ നേരത്ത്? ഞാൻ നൂർജുവിന്റെ പുരയില്. അന്തി അവിടുന്ന് കണ്ടുകൂടല്ലേ? കുട്ടികളി കുറച്ച് കൂടുന്നുണ്ട് എനിക്ക്. കേറിപ്പോകത്ത്. ഇജ് അങ്ങാടി പോയിനോ? ആ രാമൻകുട്ടിനോട് തേങ്ങടാൻ വരാൻ പറഞ്ഞിട്ട് 2 ആഴ്ചയായി. കളക്ടർമാരെക്കാട്ടിലും വലിയ പൗറാപ്പോൽക്കൊക്കെ. ഇജ് ഓനെ കണ്ട നാളെ തന്നെയാണ് വരാൻ പറയുള്ളൂ. എന്തായി പള്ളി കമ്മിറ്റിന്റെ കാര്യം? വല്ലതും തീരുമാനമായോ? സലാമാജി തന്നെയാണ് പ്രസിഡന്റ്. എന്താപ്പ കാട്ടുക? പടപ്പാക്കൊക്കെ ഓനെ പോലത്തെ മനുഷ്യന്മാരെ മതി. എന്തേ ആരെ കാര്യങ്ങൾ പോയി പറയണ്? പള്ളി കമ്മിറ്റിന്റെ കാര്യം പറയുന്നു. തല്ലൂടി പിരിഞ്ഞ? എന്തിനാപ്പ അതിന്റെ കാര്യം പറയുന്നത്? ഇതാപ്പ കഞ്ഞിവെള്ളം. പിന്നെ അടുക്കളയിലുള്ള ഇറച്ചി ഒന്ന് ചൂടാക്കി വെക്കേണ്ടി. നിങ്ങളെന്തിനാ സെറീനോട് ദേഷ്യപ്പെട്ട്? ഓക്കെന്താ നൂർജൂന്റെ പണി ഇന്നേരം വരെ? നൂർജൂനെ കാണാൻ പോണോന്നല്ലോള്. എനിക്കറിയാ എവിടേക്ക് അവള് പോണെന്ന്. അറിയാലോ, പിന്നെന്തിനാ വെറുതെ ചോദിക്കണ്? അതൊക്കെ നിക്കാ കഴിഞ്ഞിട്ട് കാണലും വർത്താനം പറയലൊക്കെ. ഓലൊന്നും ഇന്നലും തുടങ്ങിയതല്ല കാണല്. അതന്നെ അന്നെ പറഞ്ഞാ മതി. അതിനൊക്കെ നിന്റെ നേരെ തിരിഞ്ഞു. നല്ലോണം ഓർമ്മച്ചോ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തിന് എനിക്കാണല്ലോ കുറ്റുണ്ടാവുക? അനക്ക് അടുക്കള പണിയൊന്നുമില്ലേ? പോ അവിടുന്ന്. ഇന്ന് എസ് ഐ ആയിട്ട് മുട്ടാൻ പറ്റിയ ദിവസാ. എസ് ഐനെ അടിക്കാനോ? അവൻ ഇന്നലെ നമ്മളെ പാച്ചുവിനെ തല്ലി. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തക്കളി. സൂക്ഷിച്ചു എന്നല്ലടാ, സൂക്ഷിച്ചോന്ന്. ഇന്ന് ഞങ്ങൾ ഈ എസ് ഐനെ അടിച്ച് സർക്കിളാക്കും. നിങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. അത് പിന്നെ പിടിച്ചാ കിട്ടാത്ത പ്രശ്നാകും. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പിടുത്തണ്ടായിട്ടാണല്ലോ നിക്കണത്. പാച്ചോ ഈ ഒന്ന് പിടിച്ചു നിക്ക്. ഞങ്ങൾ എസ് ഐനെ അടിക്കുന്നു പറഞ്ഞ അടിക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാട്ടിക്കോളി, ഞാനില്ല. വേണ്ട, നീ വരണ്ട. ഒരു 2-3 എസ് ഐമാരൊക്കെ തല്ലാം ഈ ഞാൻ മതി. വേണ്ട. പിന്നെ നാളെയാണ് ആസിഫിന്റെ കല്യാണം. അവിടെ ഒന്ന് പോണ്ടേ? അപ്പൊ നിങ്ങൾ അടി കഴിഞ്ഞ് വന്നോളി, ഞാൻ അവിടെ ഉണ്ടാവും. കള്ള് കുടിച്ചിങ്ങനെ ഉണ്ടോ ഒരു കിടക്കല്? ഇതാണോ എസ് ഐന്റെ വീട്? ആർക്കറിയാ? ചോദിച്ചു നോക്കാം. ഇനിയിപ്പോ സ്റ്റേഷനിലാവോ? ഏയ് സ്റ്റേഷനിലാവൂല. സ്റ്റേഷനിലാണെങ്കിൽ നമ്മളൊക്കെ അകത്തായിട്ടുണ്ടാവില്ലേ? എന്തായാലും ശരി, നമുക്ക് ഇവിടെ കേറി നോക്കാം. എന്താണേലും വേണ്ടില്ല,
എനിക്ക് നടക്കാൻ പോയി എന്റെ കാലുകൊണ്ട് ഞാൻ താഴെ ഉണ്ടാവും. ഇങ്ങോട്ട് പിടിച്ചിറക്കടാ. പണി ഞാൻ കൊടുത്തോളാം. ഇറങ്ങി വേടാ മോനെ. പൈന്റ് വന്നിട്ടുണ്ടടാ. എന്താടാ പെറ്റിറക്കിയ? ഇറങ്ങി വേടാ ഊപ്പേ. പുറത്തോട്ട് വേടാ. അതോ ഞാൻ അകത്തോട്ട് വരണോ? വരണുണ്ടെങ്കിൽ വേഗം വരണം. വാടാ പുറത്തോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. മാനിയായിട്ട് ജീവിക്കുന്നവരുടെ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കാടാ. വീടല്ലടാ, ഓടിക്കോ. വീട് മാറിയാണ് കയറിയതടാ, ഓടിക്കോ. ഓടിക്കോടാ തടിയാ. തിരിഞ്ഞു നോക്കണ്ടടാ തടിയാ, ഓട്. ഓരോരുത്തരും ഇങ്ങോട്ട് കേറി വരും വെള്ളം അടിച്ചു കുടിഞ്ഞോമാര്. ഇത് തന്നെയാടാ SIയുടെ വീട്. നമുക്ക് തെറിവിളി തുടങ്ങിയാലോ? ഇപ്പൊ വേണ്ട, അവനിക്ക് പുറത്തിറങ്ങട്ടെ. നീ വെള്ളടാ. ഓയ് അടിക്കടാ. എന്താടാ? ഒന്നുമില്ല സാറേ, ഞങ്ങൾ വെറുതെ പോയിക്കൊള്ളാൻ. വേണ്ടായിരുന്നു. ഓടാ ഓടാ അവിടെ. വാടാ. ഇപ്പൊ തല്ലിയ ശരിയാവൂല. ഇപ്പൊ തല്ലിയ അവന് ഓടി രക്ഷപ്പെടും. അത് നേരാ. ഞാൻ അപ്പളെ പറഞ്ഞല്ലേ ഇന്ന് തല്ലാൻ പറ്റിയ മുഹൂർത്തമല്ലാന്ന്. നമുക്ക് നല്ലൊരു പണിക്കരെ കണ്ടിട്ട് മുഹൂർത്തം നോക്കി വരാം. എന്നാ പിന്നെ ആസിഫിനെ കല്യാണം വിട്ട് പോകാം. അവിടെ തകർപ്പം പരിപാടിയാ. അതെ, ഭക്ഷണം ഞാനില്ല. എനിക്കിപ്പൊ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ട്. നിലാപ്പെൺകിടാവേ, ഉള്ളിലുള്ള പൂവേ, നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ. നിലാപ്പെൺകിടാവേ, ഉള്ളിലുള്ള പൂവേ, നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ. മനസ്സിലെന്റെ മണിയറയിലെ മണവാട്ടി പെണ്ണേ, മധുവിധുവിൻ രാമഴ നിൻ മനസ്സിലുണ്ടോ പൊന്നേ, മനസ്സിലുണ്ടോ പൊന്നേ. നിലാപ്പെൺകിടാവേ, ഉള്ളിലുള്ള പൂവേ, നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ. മനസ്സൊത്തൊരു മാരനും അതിനൊത്തൊരു നാരിയും, മുഹബത്തിൻ ഗാനവും മോഹത്തിൻ മൗനവും. മനസ്സൊത്തൊരു മാരനും അതിനൊത്തൊരു നാരിയും, മുഹബത്തിൻ ഗാനവും മോഹത്തിൻ മൗനവും. ആദവന്റെ തുണയുമൊന്നായി അഴകണിഞ്ഞു വന്നാൽ 7 സ്വർഗലോകവും നമുക്ക് സ്വന്തമല്ലേ, നമുക്ക് സ്വന്തമല്ലേ. നിലാപ്പെൺകിടാവേ, ഉള്ളിലുള്ള പൂവേ, നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ. കാൽത്തളതൻ കൊഞ്ചലും കടമിഴിയിൽ
കവിതയും കിളിമൊഴി തൻ മധുരവും കിലുകിലെ നിൻ ചിരിയും കാൽത്തള തൻ കൊഞ്ചലും കളമിഴിയിൽ കവിതയും കിളിമൊഴി തൻ മധുരവും കിലുകിലെ നിൻ ചിരിയും കനവു കണ്ട നേരം നിന്നെ സ്വന്തമാക്കിയില്ലേ കൽബിലൊരു മെഹറുമാല തീർത്തു വെച്ചുമുല്ലേ നിലാ പെൺകിടാവേ ഉള്ളിലുള്ള പൂവേ നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ മനസ്സിലെന്റെ മണിയറയിലെ മണവാട്ടി പെണ്ണേ മധുവിധുവിൻ രാമഴ നിൻ മനസ്സിലുണ്ടോ പൊന്നേ നിലാ പെൺകിടാവേ ഉള്ളിലുള്ള പൂവേ നാണമായതെന്തേ പുഞ്ചിരി പൂങ്കനവേ അല്ല ഈ കാരണം ഇല്ല, സമയം ഒരുപാടായി. പിന്നാക്കാം. എന്നാ ശരി ഈ വിട്ടോ. എന്നാ ശരി, ഓക്കെ. ഓക്കേടാ. എന്റെ റിയാസെ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അങ്ങാടിയില് ഓനോട് സംസാരിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുണ്ടൊരു വർത്താനം നേരെ എത്രയായിരുന്നു വല്ല വിചാരം ഉണ്ടോ എനിക്ക്? റയ്യ, ഇക്കാക്ക വന്നെന്ന് തോന്നുന്നു. ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇന്ന് ഇക്കാക്ക നേരം വൈകിട്ടേ വരുള്ളൂന്ന്. ഇനി എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. മിണ്ടണ്ട, ഉമ്മ എന്നെ നല്ലോണം പറയുന്നുണ്ട്. എടി, ഓന്റെ ഒപ്പം കൂടുമ്പോഴ് ഇക്കാക്ക കള്ളു കുടിക്കണ്ടെന്നാ തോന്നണത്. ജറബേ, കള്ളു കുടിക്കേ? ഇസ്ലാമായ ഒരാള് കള്ളു കുടിച്ച എന്താ അതിന്റെ ശിക്ഷ? ശിക്ഷ കുടിക്കണവർക്ക് ആർക്കാ അപ്പൊ അതിലൊക്കെ വിശ്വാസമുള്ളത്? ആ ഇബിലീസ് ഇങ്ങോട്ട് എത്തിയാ പിന്നെ ഇക്കാക്ക ഇങ്ങനെ തന്നെയാ. ഇനി ഓൻ എന്നെ കാണാൻ ഒരു വരവുണ്ടാവും ഇങ്ങോട്ട്. പഞ്ചോര വർത്താനവും പറഞ്ഞു. അങ്ങോട്ട് വരട്ടെ, ഞാൻ കോഞ്ചു കൊടുക്കാം. ഇനിയുണ്ടോ എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് കുറച്ച് ചെറുക്കന്മാര് വരാൻ. ഒളിപ്പില്ലാത്ത ജാതികള്. അവരോട് ഇങ്ങോട്ട് എത്തിയാ പിന്നെ പറയേ വേണ്ട. എന്താ അറിയാനത്തെ കിടക്കാറായില്ലേ? നിങ്ങളൊരു വർത്താനം പറച്ചില്. ഇക്കാക്ക കിടന്നമ്മ. ഓൻ കുളിക്കാ, നിങ്ങള് കിടന്നോളിയും. ഇക്കാക്കാന്റെ ഈ കോലം കാണുമ്പോ ഇമ്മാക്കത് മനസ്സിലാവണുണ്ടാവൂലെന്നാ ഞാൻ ആലോചിക്കണത്. മനസ്സിലായില്ലേലും ജേട്ടൊന്നും പറയാൻ നിൽക്കണ്ട, കിടന്നു. പാമ്പുകൾക്ക് മറമുണ്ടോ, പറവകൾക്ക് ആകാശമുണ്ടോ? ഉണ്ടോ? കുഞ്ഞാമിന, 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 എടി കുഞ്ഞാമിന, അത് തുറക്കടി കുഞ്ഞാമിന, അത് തുറക്കാൻ. എന്താടി നേരത്തത് പെട്ടെടുക്കുക അതിന്റെ മോളെ ഞാടി കുറേസിന്റെ മോളം. എന്റെ സ്വഭാവക്ക് ശരിക്കറിയില്ല. എങ്ങോട്ടാ ഈ കേറി വരുന്നത്? ഞാൻ എന്റെ പുഴന്റെ അകത്തേക്ക ഔത്തുക്ക് കയറാൻ പറ്റൂല. എന്റെ വഴിക്ക് കയറാൻ എന്റെ സമ്മതം വേണം. ഒച്ചി വിളിയൊക്കെ പുറത്തുള്ളവരോട് മതി, കുഞ്ഞാമിനോട് വേണ്ട. അതാ കിടക്കണ പായും തലക്കണി. അവിടെയല്ലേ എന്നും കിടക്കല്, അവിടെ കിടന്നാ മതി. ഉറപ്പാ? ഉറപ്പാ. എന്നാ പിന്നെ അവിടെ കിടക്കല്ലേ. വെറുതെ അല്ലടി നാട്ടിൽ നിന്നെ മച്ചിന്ന് വിളിക്കരുത്. ഇതല്ലേ കൊലം. എന്നടി കൂടെ നിൽക്കുക പൊയ്ക്കാവുന്നത്. പടച്ച റബ്ബ് ഇതൊന്നും കാണില്ലാവോ? ദുനിയാവിൽ ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു ഗതി ഇല്ലാതിരിക്കട്ടെ. എന്തെങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല.
അല്ല നിങ്ങളിന്ന് പണിക്ക് പോണില്ലേ? പിന്നെ പോകാതെ. എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കണേ? ഞാൻ നമ്മളെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചാ. കാര്യങ്ങളെന്ന് പറഞ്ഞാല് എനക്ക് എന്തിന്റെ കേടാ വെറുതെ ഓരോ വിത്തും വേരും തരേന്നെ? നിക്കറിയാം, കാക്കാന്റെ കാര്യല്ലേ ആലോചിക്കണത്. പെണ്ണെ പൊയ്ക്കവിടുന്ന് കേട്ടോ. എന്താ ഇപ്പൊ അവന്റെ കാര്യത്തിൽ ആലോചിക്കാന്? എന്നോട് മറച്ചു വെക്കൊന്നും വേണ്ട. കാക്കാന്റെ കാര്യം ഞാനും സൽമത്തും കൂടെ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്ത്? ആ ഫിറോസ് വന്നാ പിന്നെ ഇക്കാക്കാന്റെ സ്വഭാവം വെടക്കാവൂന്ന് ഞങ്ങൾക്കറിയാം. ഓനെ പറ്റി ഇല്ലാത്തരം പറയണ്ട കേട്ടോ. ഇല്ലാത്തരൊന്നല്ല, നീ നോയിക്കോളി. ഓൻ പോണത് വരെ ഇങ്ങനെ തന്നെയാ കാര്യം. അനക്ക് സ്കൂൾക്കൊന്നും പോണ്ടേ? പോയി കുളിക്ക. സാവിത്രി ടീച്ചർ ക്ലാസ് നല്ലതാ. ഞാൻ പേടിച്ചു പോയി. ഇതാര് സൽമത്തോ? നീ ആകെ അങ്ങ് തടി കൂടിയല്ലോ പെണ്ണേ. എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പോയിക്കോ. എന്താ നീ ഇങ്ങനെ നോക്കണേ? റിയാസ് വീട്ടിലുണ്ടോ അതോ പോയോ? നീ എന്താ ഒന്നും മിണ്ടാത്ത? ഓൻ പോയി കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഓനെ കാണാൻ ഇറങ്ങിയതല്ല. എന്നാ പോയിക്കോ. പറഞ്ഞു തരുതി അങ്ങനെ അങ്ങ് പോയാലോ? എന്നാ ഞാൻ വരേണ്ടത് പെണ്ണ് ചോദിക്കാൻ? നിന്റെ അടുത്ത് വേണ്ടാത്ത വർത്താനം പറയാൻ വന്നാലുണ്ടല്ലോ ഇക്കാക്കന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലോ? നിന്നെ കെട്ടിച്ചേരാന്ന് എന്റെ ഇക്കാക്ക് പറഞ്ഞേക്കണേ. ആ പുതി മനസ്സിൽ വെച്ചാ മതി. ഈ പെയിന്റ് എന്നൊരു ബ്രാൻഡിന്റെ മണല്ലേ? എന്നാ കുറച്ച് കുടിച്ചോ. റിയാസിന് കൊടുക്ക്, ഓൻ കുടിച്ചോളൂ. ഓ, നിങ്ങളൊക്കെ വലിയ തങ്ങന്മാര്. അൻ്റെത് കുറച്ച് കൂടുതൽ തന്നെ. റിയാസ് വാടാ വാടാ. എന്താടാ? വാടാ വണ്ടി കേറ്. എനിക്ക് പണിണ്ട്. അത് നിർത്ത്. ടൗണിൽ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് കൂടാം. പതുക്കെ പറ, ഇവർ കേക്കും. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നാ പോരെ? അത് പോരാ, അവരിപ്പോ എത്തും. നീ വാ, നമുക്ക് പോവാം. ഇപ്പൊ നിർത്തി അന്നത്തെ കൂലി പോവും. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാ, ഈ പോയിക്കോ. ഇന്നത്തെ കൂലി എത്ര ഉണ്ട്? അത് ഞാൻ തരാം. ഇജ്ജ് വേണ്ട ഡ്രസ് മാറിയിട്ട് വാ. ഇവന്റെ ഒരു കാര്യം, വെറുതെ ഓരോ പരിപാടി. റിയാസേ ഇജ്ജ് പോകുക? റിയാസേ ഇജ്ജൊരു കാര്യം ഓർത്തോ, ഓനെ കായുള്ള തന്തന്റെ മോനാ, നമ്മളെ പോലെ അല്ല. ഓൻ കളിച്ചിട്ട് കണ്ട് കണ്ടിച്ച് കളിച്ചാൽ നിൽക്കണ്ട. എൻ്റെ താഴെ 2 പങ്കന്മാരാ, അത് മറക്കണ്ട. അതല്ല, ഇങ്ങനെ വന്ന് വിളിക്കുമ്പോ ഒഴിഞ്ഞു മാറാൻ വയ്യ. പിന്നെ കുടുംബം സഹായിക്കുന്ന ആളായതുകൊണ്ട് ഒന്നും പറയാനും വയ്യ. എന്തെങ്കിലും ആയിക്കോ, ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഓനേ മദ്യലഹരിന്റെ സുഖം അറിഞ്ഞവനാ. ഓൻ നന്നാവൂല. കാശ് വേണ്ട, കാശ് വേണ്ട. എനിക്ക് എന്റെ ഷെയർ മതി. ഒഴിച്ചു കൊടുക്ക്. കുറച്ചുകൂടി പോന്നോട്ടെ, കുറച്ചുകൂടി പോന്നോട്ടെ. ഇയാളെന്തെങ്ങനെ? അയാൾ അങ്ങനെ തന്നെ. അയാൾ അരയിലിരിക്കുന്ന കുപ്പി കണ്ടില്ലേ, അത് നിറയോളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ എവിടെയെങ്കിലും മൂലക്കിരുന്ന് അടി തുടങ്ങും. പൈൻ്റ് പാലെന്നാ പേര് തന്നെ. വാ കേറ്. ഒരു ബിയറും ചെല്ല്. ഇത് അത്ര എന്താ പറയാ? ഞാൻ എന്നെ തെരഞ്ഞിറങ്ങിയതാ. 2-3 കുപ്പി വാങ്ങണം. ചേത്തൻ കമ്പനി വരുന്നുണ്ട്. ആണോ? എന്താ വാങ്ങണ്ടേ? വാ. ഞാനില്ല, ഇജ്ജ് പോയി വാങ്ങിയ മതി. എന്നാ പിന്നെ അരയിലൊരു കുപ്പിയില്ലേ, അത് അങ്ങനെ എടുത്ത് മോന്തണ്ട, അവിടുന്ന് മോന്ത. ഞാൻ മോന്തു. ഇജ്ജ് വേഗം ചെല്ല്, അവരോടെ കാത്തൊക്കെ ഉണ്ടാവും. നീ പോടാ പാരെ. ഇവന്റെ ഒക്കെ ഒരു കാര്യം.
എന്താ മോളെ ബമ്പറിന് എന്താ വില? ബമ്പറില്ല. നല്ല വില തരാന്നേ. തനിക്കൊന്നും അമ്മയെ പെങ്ങന്മാരുള്ളേ? എനിക്ക് അമ്മയുണ്ട്, അവന് പെങ്ങളില്ല. അവന് അമ്മയുണ്ട്, ഇവന് പെങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് മോന്തക്കൊറോണം തന്നാണ്ടല്ലോ, സ്വന്തം അമ്മയ്ക്ക് പോലും മോനെ തിരിച്ചറിയില്ല. എടി വിടടാ. നാടറോഡിലൂടെ പെണ്ണിനെ പിടിക്കുന്നോടാ. ഏയ് എന്നോട് കളിച്ചാലുണ്ടല്ല, അനാവശ്യം കാണിച്ചിട്ട് ടയർ പറയുന്നു. കാറ വണ്ടി. ഹലോ സാഹിബ്, ഞാനാ ഫിറോസ്. അതെ സാറിന്റെ ഫോൺ. ഹലോ, അതെ. ഇല്ല സാർ. ഓക്കെ സാർ, ഓക്കെ സാർ. അതല്ല സാർ. ശരി സാർ, നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നോളാ. വണ്ടി എടുക്ക്. ആരായിരുന്നു ഫോണിൽ? നമ്മളെ കൊണ്ടോട്ടി സാഹിബ്. സാരയില്ല, കരയണ്ട. ഒന്നും സംഭവിച്ചില്ലല്ലോ. കണ്ണിച്ചോരയില്ലാത്ത തെമ്മാടികളാ. അവരുടെ മുമ്പിലൊന്നും ചെന്ന് ചാടരുത്. ഇനി നാട് നീട്ടിട്ടുള്ള കച്ചവടത്തിനൊന്നും പോണ്ട. ഇപ്പൊ ചെറിയ കുട്ടിയൊന്നും അല്ല നീ, വലിയ പെണ്ണായി. എനിക്ക് ജീവിക്കണ്ട കച്ച. തെണ്ടിപ്പെറുക്കാമെന്ന തമിഴന്മാരുടെ കൂട്ടത്തിൽ നിന്നെ കളഞ്ഞു കിട്ടുമ്പോ നിനക്ക് 4 വയസ്സാ. ഈ പീഡിയത്തിണ്ടായാലാ നീ വളർന്നത്. ഇനി അങ്ങനെ തന്നെ മതി. പെൺകുട്ടികളെ കണ്ട കടിച്ചു കീറാൻ നിൽക്കുന്ന ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് നീ പോകണ്ട. ചെന്ന് മുഖം കഴുകും. ഇനി കരയാൻ പാടില്ല. പൂച്ചേ, ഒരു പെഗ് കൂടി കഴിക്കുന്നുണ്ട്. എങ്ങനെ കഴിക്കാന്നപ്പ ആലോചിക്കണം. കഴിക്കണമെന്നുണ്ട്. നീ റേഷാപ്പൊന്ന് മണ്ണെണ്ണ ഒഴിക്കുന്ന കാളം കൊണ്ടുപോവാ, ഞാൻ കോരി ഒഴിച്ചുതരാം. അസഭ്യം പറയല്ലേ. ഇവരൊക്കെ എന്താ വിചാരിക്ക? നീ അവിടെ ഇരിക്കുക. നിനക്ക് ഞാൻ വിളിച്ചടാ. ഒന്നുകൂടെ കഴിക്ക്. മതിയടാ, 3 എണ്ണായി. ഇപ്പൊ തന്നെ ഉമ്മാക്ക് സംശയ. പിന്നെ നീ ഉമ്മാന്റെ മടിയിലല്ലേ പോയി കിടക്കല. ഒന്ന് പോടാ അവിടുന്ന്. അതല്ല, പെങ്ങന്മാർക്കും ഒക്കെ സംശയ. അത് സാരല്ല, നീ ഒന്നും കൂടെ കഴിക്ക്. കഴിക്കും അച്ഛാ. അത് വേണ്ടെങ്കി വേണ്ട, ഇതൊന്നും നോക്കുന്നോ? ഇതാകുമ്പം സ്മെല്ലറിയില്ല. എന്താ അത്? നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാനും ഒന്ന് നോക്കിയാലോ? ഞാനും. അല്ലെങ്കിൽ തന്നെ ചാവൻ ജീവല്ല. ഇനി ഇതും കൂടി വലിച്ചോട്ട് കയറ്റ്. അടിക്കണ. അകത്തും വെള്ളം പുറത്തും വെള്ളം. എന്നെ അടിക്കാൻ മാത്രം ആരുടെ ഉള്ളത്? നിനക്കിപ്പോ അതിന്റെ ഇടയില് അടി കിട്ടി. ആരടാ പൂച്ചനെ അടിച്ചേ? ഞാനല്ല. അടിച്ചടാ പൂച്ച. എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞാമിനല്ലാതെ എന്നെ അടിച്ചില്ലടാ. നിന്നെ കാണിച്ചടാ പക്ഷി. പറയരുത്. നേരം കൊറേ ആയി, നമുക്ക് പോകാം.
എന്നെ പിടിക്കണ്ട. വാ പോവാം. ഞാൻ ഫിറ്റില്ലേ? മച്ചാ ഞങ്ങൾ പോട്ടെ. ഓക്കേടാ ഓക്കെ ഓക്കെ വാ. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ. ഏവന്മാരൊക്കെ എങ്ങനെ ഈ വീട്ടിലെത്തിക്കുക? അല്ല അപ്പൊ അത് ഇപ്പൊ സലാമാജി തന്നെയാണെന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും നമ്മളതാരും അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പലതും കമ്മിറ്റി ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേ? എന്ത് പോക്ക പച്ചക്കന്മാർ. വണ്ടി വാ കേറി പോവാം. വെള്ളത്തിലാ അങ്ങോട്ട് എത്തോന്നാവോ. ആ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്ന പിന്നെ ഇതന്നെയാ കോലം. പൈസേന്റെ തളപ്പാ ചെറുക്കന്. മറ്റേ ചെക്കനൊന്നും അല്ലീനല്ല. അന്റെ അളിയനാകുമ്പോ ചെറുക്കനല്ലേ. ഒന്ന് ഉപദേശിച്ചൂടെ എനിക്ക്? ഓനെ ഉപദേശിക്കല്ല വേണ്ട, കാരണം കുറ്റിക്ക് 2 പൊട്ടിക്കാ വേണ്ട. പെണ്ണും ചോദിച്ചാണ്ട് വരട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ ബാപ്പാനോട് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു. ബാപ്പ എന്നിട്ട് എന്തേ പറഞ്ഞു? ബാപ്പാക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. എന്തൊരു നല്ല ചെറുക്കനേനത്, എന്തെപ്പോന് പറ്റിയത്? എന്താ ഇനി പറ്റാന്? കള്ളും കുടിച്ച് റോട്ടിൽ ബിഗാന്ന് പറഞ്ഞാ ഓൻ ബെടക്കായി തന്നെ. ഇനി കൊഞ്ചാനും കൊയാനും ഓന്റെ അടുത്തെങ്ങാനും പോയാ അറുക്കും ഞാൻ തന്നെ, കരുതിക്കോളൂണ്ടി. നിങ്ങൾ എന്തിനാ ഓളോട് ദേഷ്യപ്പെടുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചണ്ട, പോവിടുന്നകത്ത്. അനക്കൊന്ന് പറഞ്ഞൂടോ ഓനോട്? എന്തേന്? കള്ളുടിയന്മാരാന്നാക്കണ പണിയല്ല എനിക്ക്. ബാപ്പാനെ പറഞ്ഞാ മതിയേനൊക്കെ. പഴയ ചങ്ങാടി കൊടുത്ത വാക്കൊക്കെ ആണ് മാറാൻ പറഞ്ഞോളി. എന്റെ പെങ്ങളെ ഓനിട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്തത്ര കണ്ണീരൊലിപ്പിക്കാന്? എന്റെ ആരേലും മയ്യത്തായ അവിടെ വാപ്പുറത്ത്. എന്തിനാ അക്ബറെ അതിനോട് ദേഷ്യപ്പെടുന്നത്? കരിമ്പനക്കല മൂസാജിക്കേ ഒരു മരുവനല്ലുള്ളൂ വരാം. ഓനൊരു കള്ളുടിയനായിക്കോട്ടെ. എന്തേ? അപ്പൊ ഞമ്മക്ക് ഇന്നൊരു പാട്ടായാൽ എങ്ങനെയുണ്ട്? എത്ര സുന്ദരമീ ദുനിയാവ്, നിന്റെ ഹൈറാൽ നീ എനിക്കായി തന്ന ദുനിയാവ്, അല്ലാ തന്ന ദുനിയാവ്, അല്ലാ തന്ന ദുനിയാവ്. എങ്ങനെയുണ്ട്? നമ്മളെ പാട്ട് ഇഷ്ടായോ? അൽഹംദുലില്ലാ. ആ ഈ ദുനിയാവ് പടച്ച പടച്ചോനെ നമ്മൾ ആരും മറക്കരുത്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുപ്പത്തൊട്ടിന്റെ ജയിൽക്കാ. അതിന് നല്ലതും ചേത്തി ഒക്കെ വന്നടിയും. അത് തരംതിരിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. മനസ്സിലായോ? അള്ളാഹിനോട് പ്രാർത്ഥിക്കാം നല്ലത് മാത്രം ചെയ്യാൻ കഴിവുണ്ടാവണേന്ന്. അങ്ങനെ ജീവിക്കുന്നവനാണ് നല്ലോനായ മനുഷ്യൻ. മനസ്സിലായോ? ആ ഇന്നെല്ലാരും പോയിക്കോളി. ബാക്കി പിന്നൊരു ദിവസം. ഉസ്താദിന്റെ പേരെന്താ? പേര് ഉസ്താദ്. ഉസ്താദിന്റെ നാട് എവിടെയാ? ഒരുപാട് ദൂരെയാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്നാ പിന്നെ എല്ലാരും നോക്കി നല്ല പുരകൾക്ക് പോയിക്കോളിട്ടോ. എന്റെ മുത്തല്ലേ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി. അങ്ങനെ പറയല്ലേ പൊന്നെ, നല്ല സിനിമയാ. ഇപ്പോഴത്തെ കുട്ടികൾ ഓരോ കോലേ. ഉമ്മാനോട് വീട്ടിൽ പോവാണെന്നൊരു കളവ് പറയും. പക്ഷെ എന്റെ പൊന്നല്ലേ, ചക്കരയല്ലേ. ഞാൻ ആ പാലത്തിന്റെ അവിടെ ബൈക്കുമായിട്ട് വരാം. ഓക്കെ ഓക്കെ. മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ അടുക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ ഈ മൊബൈൽ നല്ലതാ. പക്ഷെ മനുഷ്യൻ ബടക്കാവാനും ഇത് തന്നെ മതിയെന്നായി. ദുനിയാവിന്റെ പോക്ക് എങ്ങോട്ടാണാവോ? വല്ലതും പറയാണ്ടെങ്കിൽ പറയേ. കുറെ നേരമായി നൃത്തം തുടങ്ങിയിട്ട്. ഒന്നും പറയല്ലേ സെറീന? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയേ. പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര ദിവസമായി എന്നറിയോ? എനിക്കറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. ഉണ്ടാവൂല, നിങ്ങൾക്കതിന് നേരല്ലല്ലോ. പക്ഷെ ഞാൻ എണ്ണാറുണ്ട്. ഇജ് കാര്യം എന്താന്ന് വെച്ചാ പറയാൻ. എനിക്ക് വെറുതെ കിന്നാരം പറഞ്ഞേക്കാൻ നേരല്ല.
കൂട്ടുകാര് കാത്തുക്കുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അതാണല്ലോ വലിയ കാര്യം. സെറീന എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനല്ല, എന്റെ സങ്കടം കൊണ്ടാ ഞാൻ പറയണത്. അക്ബറിക്ക എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾക്കറിയോ? ആ ഫിറോസിന്റെ കൂടെ നടന്ന് നശിക്കുകയാണെന്ന്. ഒരു ദിവസം ബൈക്കുമെന്ന് വീണില്ലേ നിങ്ങൾ ഇക്കാക്കാന്റെ മുന്നില്? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ ഉമ്മാനെ പെങ്ങന്മാരെ കുറിച്ചെങ്കിലും ഓർക്കണ്ടേ? സെറീന, ഓൻ പറയണ മാതിരിയൊന്നും അല്ല കാര്യങ്ങള്. ഒന്നും കേക്കണ്ട. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ബന്ധത്തിന് ഇക്കാക്ക സമ്മതിക്കൂലെന്നാ പറയണത്. ഓൻ സമ്മതിക്കണ്ട. ഓന്റെ മാതിരി എപ്പോഴും പള്ളി കയറി ഇരിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. ഉന്തിട്ടാലും നിങ്ങൾ പടിഞ്ഞാട്ട് വീഴാന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട. കൂട്ടുകാരെ കൂടെ കൂടി ഇങ്ങനെ നശിക്കാതിരുന്നാ മതി. അപ്പൊ ഞാൻ പറ്റ നശിച്ചു എന്നാ ഈ പറയണേ? അല്ല, ഇനിയും സമയമുണ്ട് നന്നാവാൻ. എന്റെ വാക്ക് കേൾക്കാതെ ഇങ്ങനെ തന്നെ നിങ്ങളെ പോക്കുന്നുണ്ടെങ്കിൽ എന്റെ മയ്യത്ത് നിങ്ങൾ കാണേണ്ടി വരും. സെറീന, അല്ല, നിങ്ങളെ കുറെ ആയല്ലോ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എന്താ പണി? പണി കേട് വന്നൊക്കെ നന്നാക്കുക. ആഹാ, എന്ത് കേട് വന്നാലും നന്നാക്കുവോ? അങ്ങനെ ചോദിച്ചാ നന്നാക്കാൻ പറ്റുമോ ആവുന്ന അത്ര നോക്കും. ഇല്ലേ പിന്നൊക്കെ പഠിച്ചോനാണ്ട് വിടും. എന്നാ എനിക്കൊരു റേഡിയോ ഉണ്ടായിരുന്നു, അതൊന്ന് നന്നാക്കി തരുവോ? അണക്കുണ്ട് റേഡിയോ? ആ ബണ്ടൂർ അസന്റെ പോലെ ഒന്നും ഒരു റേഡിയോ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തോ കുഴപ്പമുണ്ട്. ചേട്ടാ, സോണ്ട അവിടെ ഇല്ല. എടാ ജഗ്ഗിങ് ഇതാടാ. നീ എന്നെ വിടറാ. എന്താ അക്രമം അത്? നടു റോട്ടിലിരുന്ന് പട്ടാപ്പകല് വെള്ളം അടിക്കുക, അയാൾ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് അയാളെ തന്നെ തല്ല. നിങ്ങളൊക്കെ മനുഷ്യന്മാരോ അതോ സൈത്താന്മാരോ? അതെ, ഞങ്ങൾ സൈത്താന്മാർ തന്നെയാ. അതത്ര അഹങ്കാരം. ആയുസ് ചുരുങ്ങും. പടച്ചോൻ വെറുതെ വിടൂലട്ടോ. ഓടോ ഒരു ഉപദേശകൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കണ്ടാൽ അറിയത്തോ കൊണ്ടാൽ അറിയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാ നീ കാക്ക് തമ്പുരേ. ഞാനേ പകൽ ഇങ്ങനെ കുടിക്കാറില്ല. പിന്നെ തലയെ കുത്തുന്നതാണോ കഴിക്കാറ്? നമ്മക്ക് പിന്നെ അഹങ്കാരമൊന്നുമില്ല. തന്നെ പാട ഇങ്ങോട്ട് ക്ഷണിച്ചത്. പകല് വെറും വലി മാത്രമേ ഉള്ളൂ അല്ലേ പൂച്ചേ? എങ്ങനെ ആയാലും മൂടായ പോരെ പൂച്ചേ. ഫുൾ ടൈം മൂടി നിൽക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനൊക്കെ പണിയുണ്ട്. എന്നാ ഇതൊന്ന് കേറ്റി നോക്കണ. ഇതെന്താ സാധനം? വേണ്ട, അതൊന്നും കൊടുക്കണ്ട. സാരല്ല മച്ച, അടിക്കട്ടൊരു ഡോസ്. അത് പ്രശ്നമാകും. മദ്യം പോലല്ല, അവർക്ക് പരിചയമില്ലാത്ത. എന്നാലും നോക്കായിരുന്നു. ആ റിയാസ് നോക്കാൻ പോയിട്ട് കുഞ്ഞാപ്പൂനെ കാണാനില്ല. അവൻ വരും. എവിടെ റിയാസ്? ഓൻ പെരയിലില്ല, പണിക്കുപോയതാ. ആ, വൈകുന്നേരം നോക്കാം. മച്ചാ, ഭക്ഷണം കഴിഞ്ഞൊന്ന് പുറത്തേക്ക് പോയാലോ? എന്തിനാ? ചുമ്മാ നാടൊക്കെ ഒന്ന് കാണല്ലോ, പിന്നെ കൊറേ നാട്ടുമൈനകളെയും കാണാ. എന്നാ പോവാം. ഞങ്ങളും പോരേണ്ടി വരുമോ? വേണ്ട. വേണ്ടെങ്കി വേണ്ട. എടാ, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പശു കാടി കുടിക്കും പോലെ ഇങ്ങനെ കുടിക്കണ്ടെന്ന്. ഇനിയിപ്പോ എങ്ങനെയാ വീട്ടിൽ പോവാ? എടാ, നീ എന്നെ ഒന്ന് കൊണ്ടാക്കടാ. ഞാൻ തന്നെ ഇപ്പൊ എങ്ങനെ വീട്ടിൽ പോവാന്നാണ് നോക്കണം. അപ്പോഴാ അവന്റെ ഒരു ചോദ്യം. ഞാൻ കൊണ്ടായിട്ടാണ്. പക്ഷേ നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോ കെട്ടിയന്മാരോട് പറഞ്ഞേക്കരുത് ഞാൻ നിങ്ങളെ കേഴെത്തിയെന്ന്. ഔ, നീ ഒരു നല്ല പുള്ളി. എടാ, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവനാ ഞങ്ങളെ കൊണ്ടാക്കുന്നത്. ഒന്ന് പോണ പേറ്റായി കോയെ. എന്നെ ആരും കൊണ്ടാക്കണ്ട. ഞാൻ നീന്തിട്ടാണ് വീട്ടിലെത്തും. നിങ്ങൾ നീന്തിയിട്ടോ നിരക്കിട്ടോ എന്തായാലും വേണ്ടില്ല. കോയ ഈ പോക്കങ്ങനെ പോവും. അതാ കോയന്റെ ഒരു ശീലം. എടാ പോകണ്ടടാ, കുഞ്ഞാപ്പൂന്റെ ഓട്ടോറിക്ഷ വരൂടാ. ഒന്ന് പോടാ. നാളെ ഞാൻ വരുമ്പോ നിന്നെ ഇവിടെ കാണരുത്.
എന്താ പ്രശ്നം? എന്താന്നറിയില്ല, നോക്കാം. എടാ പള്ളിപ്പണിക്ക് കൊണ്ടുവന്ന സിമന്റ് കൊണ്ട് സ്വന്തം കക്കൂസ് വാർത്തോനായി അന്നൊന്നും അമ്പാൻ പറ്റൂല അങ്ങയ്യേ. ഞാൻ അത്രല്ലേ ചെയ്തിട്ടുള്ളൂ. എത്തിയും കുട്ടികളെ ഫണ്ടിന്ന് സ്വന്തം മകളെ കല്യാണം നടത്തിയാനാവോ, എന്നിട്ടോ ഒന്നാക്കാൻ നടക്കണേ. ആ എല്ലാരും കണക്ക് തന്നെ, ആരും ആരെയും കുറ്റം പറയണ്ട. എന്താ ചങ്ങായിമാരങ്ങൾ ഇങ്ങനെ? ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ നിൽക്കണമെങ്കിലേ ഇവനെ കമ്മിറ്റിന്ന് ഒഴിവാക്കേണ്ടി വരും. ആരും ഒഴിവാകൂല. എനിക്കതല്ലേ തോന്നണത്. അന്നെ ഞാൻ ഒഴിവാക്കൂടാ. പിന്നെ പള്ളി കമ്മിറ്റിയിലും മുഴുവൻ എന്റെ കുടുംബക്കാരല്ലേ ഇച്ച് കൽപ്പിക്കണ പോലെ കേക്കാന്. ഓടാ അവിടുന്ന്. എന്തിനാണ് മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലണേ? പള്ളി കമ്മിറ്റിന്റെ പൈസ കട്ടതും പോരാ, പിന്നെ നാട്ടുകാരും വിളിച്ചറിയിക്കണം. ഒന്നും നിങ്ങൾ മനസ്സിലായിക്കോളി, ഇതൊക്കെ പഠിച്ചോലെ കണക്കിലുണ്ടോ, മറക്കണ്ട. അവൾ നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാൽ കഴിച്ചിലാവുക? നിങ്ങളൊരു സംഘടന അല്ല, നമ്മൾ ഇടപെടേണ്ടി വരുമോ? ഏയ് അത് പള്ളിക്കാരിയാ, നമുക്കെന്താ അതിൽ കാര്യവേ? റബ്ബുല്ലാലമീനായ തമ്പുരാനെ, ഖിയാമത്തിന്റെ അലാമത്ത് എന്നല്ലാതെ എന്ത് പറയാനേ? ഇയാളെല്ലായിടത്തും ഉണ്ടല്ലോ, ഒന്ന് കൈവെക്കേണ്ടി വരുമോ? നീ വണ്ടി കയറി പോവാ. പള്ളി കമ്മിറ്റി നല്ലൊരു കുട്ടി വീണിക്കണ മോനെ. നോക്കടാ, കൊള്ളാം കൊള്ളാം. സിന്ധുവിന്റെ ചുരിദാർ നീ കണ്ടോ? എനിക്കിഷ്ടായി. നല്ല കളറല്ലേ? നന്നായി ചേരുന്നുണ്ട്. നിന്റെ ആളല്ല വരണേ. വരട്ടെ. ഒന്ന് നിന്നേ സൽമ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടോ. എന്റെ ഫ്രണ്ട്സാ. ഇതാരാ നിന്റെ കൂട്ടുകാരി? കൊള്ളാലോ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട. നിനക്കിപ്പോഴും എന്നോട് വലിയ ദേഷ്യമാണല്ലേ? ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ എന്റെ പെണ്ണാണെന്നൊന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടി, പറയാൻ എവിടെ വരെ ഓടും മോളെ? നിങ്ങൾ എന്തായി കാട്ടുന്നത്? പെൺകുട്ടികളാണ് നിങ്ങൾ തോന്നിയാസം, അതും നടുറോഡിൽ ഇട്ടിട്ട്. അപ്പൊ ഇടവൈന്നാണ് കുഴപ്പമില്ല അല്ലേ? ശൈത്താന്റെ മക്കളാണ് നിങ്ങള്. നിങ്ങളെ നാവുന്ന് വൃത്തിയിട്ട വർത്താനേ വരൂ. ആ പെൺകുട്ടി ഒന്ന് മനസ്സുരുകി പടച്ചോനെ വിളിച്ചാൽ ഉരുകി പോകുന്നൊക്കെ. അഹമ്മദിക്ക് ഒരു അതിരുണ്ട്. പണം ഉണ്ട് എന്ന് കരുതി പടച്ചോനെ മറക്കരുത്, ഓർത്തോളി. ഇയാള് വലിയ ശല്യക്കാരനാണല്ലോ, ഒന്ന് പൊട്ടിച്ചാലോ? വേണ്ട, വാ പോവാ. വീട് എത്തിയോടാ? ഇറങ്ങു കോയ. എടാ കോയ ഇറങ്ങാനാ പറഞ്ഞത്. കോയ ഇറങ്ങ് കോയ, വീടെത്തി. വീട്ടിലേക്ക് കയറാൻ നിന്ന കുഞ്ഞാമനന്റെ തെറി കേൾക്കേണ്ടി വരും. നീ ഇവിടെ അങ്ങോട്ട് നീന്തിക്കോ. വീടല്ല, ഇതൊന്ന് ഇറങ്ങിയിട്ടുണ്ടാക്കാൻ ഇറങ്ങിക്കോ കോയ. പോയിക്കോ കോയ. വീഴാതെ പോ എന്റെ കോയ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കാ വേഗം. പോട്ടെ, വണ്ടി കൊടുക്കാം. പോട്ടെ.
മനുഷ്യനെ മെനക്കെടുത്താനിത്. റബ്ബേ, എന്താപ്പ ഈ പറ്റിയേ? മിണ്ടാണ്ട് അവിടെ കിടന്നോളി. പണ്ടാറടക്കാന് ചവിട്ടി കൂട്ടും ഞാന്. അതിന്റെ പ്രശ്നമില്ലല്ലോ, ഞാൻ ഡീസന്റാ. നട്ട പാതിരക്ക് കള്ളം കുടിച്ച് വന്നിക്കിട് മനുഷ്യനെ മെനക്കെടുത്താൻ. മര്യാദക്ക് അവിടെ കിടന്നോളി. എന്താ അമ്മ? എന്താടി ഇക്കാക്ക ഇപ്പൊ എവിടുന്നാ വരുന്നത്? ആ ഇബിലീസ് കമ്പനി എന്നല്ലേ? എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവിടെ തന്നെ നിന്നൂടായിരുന്നോ? ഈ എന്താ എന്നെ കളിയാക്കുക? കളിയാക്കിയൊന്നല്ല. ഓളുടെ മുഖത്തേക്ക് നോക്കിയേ നിങ്ങള്. എന്താ അത് പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതാ എന്റെ പുന്നാര ചങ്ങായി ഫിറോസ്. ഫിറോസോ? എന്താ സൽമ ഉണ്ടായത്? ഓനും എന്റെ ചങ്ങായിമാരും കൂടെ പിന്നാലെ കൂടി തള്ളിയിട്ടത് അത് തന്നെ. പേപ്പട്ടികളുടെ സ്വഭാവമാണ് ലൈറ്റിങ്ങൾക്ക്. ഒക്കെ എന്നെ പറഞ്ഞാ മതി. ആണൊന്നും കരുതി താലൊലിച്ച് തന്നെയാ വളർത്തിയത്. അതിനുള്ള കൂലിയൊക്കെ എനിക്ക് തരുന്നുണ്ട്. ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഓരോ കൂട്ടത്തിൽ കൂടി കൂത്താടി നടക്കുക എന്നല്ലാതെ ഇങ്ങനെ രണ്ടെണ്ണം പോരെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നുള്ള വിചാരം ആനക്കുണ്ടോ? പ്രായം കഴിഞ്ഞൊരു പെണ്ണാവള്. നാട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയാ മതി ഓരോന്ന് പറഞ്ഞു നടക്കാൻ. ആ നായിന്റെ മോന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചും. എടാ നായിന്റെ മോനെ, അനക്കിന്റെ പെങ്ങളെ പിടിച്ചാലടാ പന്നി. കളിക്കണ്ട, എന്റെ സ്വഭാവം അറിയാം. ഇഞ്ഞിന്റെ പെങ്ങന്മാരെ മേലെങ്ങാനും തൊട്ടാണ്ടല്ലോ കൊന്നു കളഞ്ഞ കൊള്ള പന്നി. ഗംഗേട്ടൻ അറിഞ്ഞില്ലേ? ഇന്നലത്തെ അടി സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഫിറോസിന്റെ അടണം കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നു. അത് ഇന്നലെ റിയാസിന്റെ കയ്യിൽ നിന്ന് നല്ലോണം ആയിട്ട് കിട്ടി. ഇനിയിപ്പോ അതിന് പ്രതികാരം ഉണ്ടാവും. അത് പിന്നെ നമ്മുടെ നാടിന്റെ പതിവല്ലേ. പിന്നെ ഇനിയൊരു പകരം വീട്ടല്, പിന്നെ അതിന് തിരിച്ചൊന്ന് എന്നായി നാടൊന്ന് നന്നാവുക ആവോ? നന്നാവും. തന്റെ താൻ തിരിച്ചറിയാൻ കഴിവുണ്ടാവുമ്പോ നന്നാവും. തമ്മ് തല്ലുന്നവർക്കേ തടിക്കേ വേദന ഉണ്ടാവുള്ളൂ. ഓലെ കരുതി പൊരയിലിരിക്കുന്നേറ്റ് കൽബിന്റെ വേദന ഇവരറിയില്ലല്ലോ. ആ തിരിച്ചറിവ് എന്നുണ്ടാവണോ അന്ന് ഈ നാട് നന്നാവും.
എന്താ റിയാസേ നീ എന്നെ കണ്ടപ്പോ മുഖം തിരിച്ചു കളഞ്ഞത്? അത് അല്ല, ഗംഗേട്ടൻ ഇന്ന് കട തുറന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ കാണാനിരിക്കായിരുന്നു. എന്താ? നീയും ഫിറോസും അടിയുണ്ടാക്കിയ വിവരം ഞാൻ അറിഞ്ഞു. ഞാനും നിന്റെ ബാപ്പയും ഒക്കെ ഒരുമിച്ച് കൂട്ടുകൂടി നടന്നതായി നാട്ടിൽ. നിന്റെ ബാപ്പാന്റെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കില്ല. ഗംഗേട്ടാ. അതേ മോനെ, നിന്റെ ബാപ്പ അത്താഴപ്പട്ടണിക്കാരനായിരുന്നെങ്കിലും അന്തസ്സുള്ളവനായിരുന്നു. അത് നീയായിട്ട് കളയരുത്. മറ്റുള്ളവരെ പോലെ അല്ല നീ. കല്യാണപ്രായമായ 2 പെങ്ങന്മാരുണ്ട് നിനക്ക്. ഉമ്മാക്ക് പ്രായമായി. ഒന്ന് കിടപ്പിലായി പോയാ നീ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ? ഒരു തെമ്മാടിയായിട്ട് ജീവിക്കാനാണോ ബാപ്പയും ഉമ്മയും നിന്നെ വളർത്തിയത്? മനസ്സിലായി ഗംഗേട്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇനി എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. ഞാനെല്ലാം നിർത്തി. ഒക്കെ ശരിയാവും മോനെ. മൻസൂർ എന്താ എന്താ കൊടുക്കോട്ടെ ആകോട്ടെ കൊണ്ടേ എടുക്ക്. അതന്നെ ഇവിടെ ഉണ്ടവനാ. അതാ അവിടെ വിടരുതവനെ. നായിന്റെ മോനെ, ഫിറോസിന്റെ മേത്ത് കൈ വെക്കൂലേ? അടിച്ച് പൊളിക്കണം അവന്റെ തല. അടിച്ച് കൊള്ളവനെ, കൊല്ലി. അടിക്കണം, കൊല്ലി കൊല്ലി. അതിന്റെ മോനെ എന്നോട് കളിച്ചാലുണ്ടല്ലോ കള്ള പന്നി. എന്തൊക്കെ പ്രശ്നം, ഓരോരോ കാര്യങ്ങൾ. എനിക്ക് കുഞ്ഞാമിന ഹാവൂ, എന്താ ഇപ്പൊ കുറച്ച് നേരത്തെ പോന്ന്? റബ്ബേ, എത്താ പറ്റിയേ? ഒന്ന് വീണു, കെണിപ്പിന് തെറ്റി. നല്ല വേദന ഉണ്ടോ? വല്ലാത്തൊരു കുഴക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. ഇവിടെ കിടക്കണ്ട, ഔത്തുക്ക് പോരി. വരി. അടച്ചോനെ, എന്റെ റിയാസ് എനിക്ക് എന്താണോ പറ്റിയത്? ഒന്ന് വീണതാ. ഒന്നുമില്ല, പന്തളിക്കുന്ന ചെറിയൊരു കസുരുശ, അത്രേ ഉള്ളൂ. പടച്ചോനെ, ഞാനിനി എന്തൊക്കെ കാണണം? റിയാസ്, എനക്ക് എന്താണോ പറ്റിയത്? ഒന്നുമില്ലമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ കരയല്ലേ? ഞാൻ പോട്ടെ. ചോരല്ലേ കല്ലച്ച് കിടക്കുന്നത്? ഇമ്മാന്റെ കുട്ടി ആരോടൊന്നിനും പോകണ്ട. ആ ചെറുത്തമ്മാരുടെ ഒപ്പം കൂടിയിട്ടാ ഇങ്ങനെ ആയത്. ഇനി എന്റെ കുട്ടി ഓരോടൊപ്പം കൂടണ്ട.
മാറിക്കാൻ ഒന്ന് മാറിക്കാൻ മാറി മാറി. റിയാസേ, റിയാസേ, എന്താ റിയാസേ, നമ്മുടെ ഫിറോസ് മരിച്ചടാ. ഫിറോസോ? നമ്മുടെ ഫിറോസ്, അവന്റെ ശവം ആ പാടത്ത് കിടക്കുന്നുണ്ട്. അതാരാ? ഫിറോസിന്റെ വാപ്പ ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നിട്ടുള്ളൂ. മാറ്റിയിട്ടോ എന്താ ചെയ്യാ? ഇങ്ങോട്ട് മാറി കുറച്ച് ആൾക്കാർ ഒന്നും ഇങ്ങോട്ട് മാറി കൊടുക്കാതെ എടുത്തു വെച്ചോട്ടെ. അത് പിന്നെ പിന്നെ വഴി അങ്ങോട്ട്. പക്ഷെ ആരാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട്? എന്താടാ സംഭവിച്ചത്? മയക്കുമരുന്ന് കണ്ടമാനം കഴിച്ചേക്കണേ. മുഖം അടച്ച് വീണതുകൊണ്ട് ശ്വാസകോശത്തിൽ ചെളി കയറിയതാ. മറ്റൊരു ജീപ്പ് ടിപ്പർ ലോറിക്ക് ഇടിച്ചിരിക്കണമെന്നല്ലേ. 2 എണ്ണം സ്പോട്ടിൽ തന്നെ മരിച്ചു. ബാക്കിയുള്ളവർ മെഡിക്കൽ കോളേജിലാണ്. നശിപ്പിച്ച് കളഞ്ഞില്ലടാ എന്റെ കുട്ടീനെ. ഓന്റെ കിടത്തൊന്ന് പോയി കാണും, ഓന്റെ ഉമ്മാന്റെ കണ്ണീരൊന്ന് പോയി കാണും. കൂട്ടുകാരാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ റബ്ബേ, അതിനെ കൊണ്ടുപോയില്ലേ? കേക്ക് നല്ലോം കേക്ക്. ഇപ്പോക്ക് പോയാ നിങ്ങളെ ഗതിയും മറച്ചാവൂല. ഗൾഫിൽ പണം പാരി കൂട്ടുന്ന തിരക്കില് നിങ്ങളെ മോനെ നോക്കാൻ നിങ്ങൾക്ക് മറന്നുപോയി. അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. മക്കള് ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ടായ പോരാ, അവനെ നിയന്ത്രിച്ച് വളർത്താനും അറിയണം. നമ്മളെ മക്കള് ഒരു ഉറുപ്പ് ചെലവാക്കുമ്പോ അത് വേണ്ടതിനാണോ വേണ്ടാത്തതിനാണോ എന്നൊന്ന് അന്വേഷിക്കണത് നല്ലതാണ്. പൈസക്കാണ് എന്തും കിട്ടുന്ന കാലാണിത്. മനുഷ്യൻ വയ്യേറ്റാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പടച്ചോനെ പേടിയുള്ള കോലത്തിൽ കുട്ടികളെ വളർത്തുക, ഉമ്മാനും ബാപ്പനെ അനുസരിക്കുന്ന രീതിയിൽ വരെ പഠിപ്പിക്കുക. ഇന്നാലേ നമ്മളൊക്കെ നന്നാവുള്ളൂ. അതിനൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ. ആദ്യം നമ്മളൊക്കെ സ്വയം നന്നാവുക. ഇയാളെ മോന്റെ മരണവും ഈ കുടുംബത്തിന്റെ കണ്ണീരും ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു പാടാവട്ടെ. അതിന് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അസ്സലാമു അലൈക്കും.
മനസ്സിലെ പൂക്കൾ വിരിയാതിരുന്നാൽ മണമറിയാതലയുന്നു കാറ്റ്. സ്നേഹത്തിൻ കനികൾ കാണാതിരുന്നാൽ വഴിയറിയാതുഴലുന്നു കിളികൾ. പാറി പാറി ചിറകു തളർന്ന് കൂടും കുടുംബവും മനസ്സു നേരുന്നു. പാറി പാറി ചിറകു തളർന്ന് കൂടും കുടുംബവും മനസ്സു നേരുന്നു. കണ്ണീർ കടലിൽ ജന്മം പാഴാവുമ്പോൾ ദുരിതത്തിൻ കനൽ വീണ് കരളുരുകുന്നു കരളുരുകുന്നു. മനസ്സിലെ പൂക്കൾ പിരിയാതിരുന്നാൽ മനമറിയാതലയുന്നു കാറ്റ്. സ്നേഹത്തിൻ കനികൾ കാണാതിരുന്നാൽ വഴിയറിയാതുഴലുന്നു കിളികൾ. സിരയിൽ നുരയും ലഹരിച്ചിറകിൻ മുകളിൽ പതിവായി പതയും മോഹക്കനവിൻ വഴിയിൽ. സിരയിൽ നുരയും ലഹരിച്ചിറകിൻ മുകളിൽ പതിവായി പതയും മോഹക്കനവിൻ വഴിയിൽ. നേരും നെറിയും എല്ലാം ഇരുളടയുമ്പോൾ പിരിയും മുമ്പേ പൊഴിയും നരജന്മങ്ങൾ. നേരും നെറിയും എല്ലാം ഇരുളടയുമ്പോൾ പിരിയും മുമ്പേ പൊഴിയും നരജന്മങ്ങൾ. മനസ്സിലെ പൂക്കൾ പിരിയാതിരുന്നാൽ മണമറിയാതലയുന്നു കാറ്റ്. സ്നേഹത്തിൻ കനികൾ കാണാതിരുന്നാൽ വഴിയറിയാതുഴലുന്നു കിളികൾ. കൈകാൽ വളരും കാലം മുതലേ ഉള്ളിൽ കരുതൽ ഒന്നും ഇല്ലാതായ. ഉണ്ണിക്കൈകാൽ വളരും കാലം മുതലേ ഉള്ളിൽ കരുതൽ ഒന്നും ഇല്ലാതായ. ഉള്ളം പിടയും നേരം കഥ മാറുന്നു. കയ്യിൽ നിന്നും എല്ലാം വീണുടയുന്നു. ഉള്ളം പിടയും നേരം കഥ മാറുന്നു. കയ്യിൽ നിന്നും എല്ലാം വീണുടയുന്നു. മനസ്സിലെ പൂക്കൾ എരിയാതിരുന്നാൽ മണമറിയാതലയുന്നു കാറ്റ്. സ്നേഹത്തിൻ കനികൾ കാണാതിരുന്നാൽ വഴിയറിയാതുഴലുന്നു കിളികൾ. പാറി പാറി ചിറകു തളർന്ന് കൂടും കുടുംബവും മനസ്സു നേരുന്നു. പാറി പാറി ചിറകു തളർന്ന് കൂടും കുടുംബവും മനസ്സു നേരുന്നു. കണ്ണീർ കടലിൽ ജന്മം പാഴാവുമ്പോൾ ദുരിതത്തിൻ കനൽ വീണ് കരളുരുകുന്നു കരളുരുകുന്നു. മനസ്സിലെ പൂക്കൾ എരിയാതിരുന്നാൽ
മണമറിയാതലയുന്നു കാറ്റ്. സ്നേഹത്തിൻ കനികൾ കാണാതിരുന്നാൽ വഴിയറിയാതുഴലുന്നു കിളികൾ. എന്താടാ ഇത്? അനക്കൊക്കെ ഒന്ന് മാന്യമായി ജീവിച്ചൂടെ? വെറുതെ കള്ളം കുടിച്ച് നശിക്കാനായിട്ട്. ശവം. എന്നാടാ നീയൊക്കെ ഇത്ര വലിയ നല്ലോനായത്? ആ പണക്കാരൻ ചക്കൻ വണ്ടിയെന്ന് വീണ് മരിച്ചു. അത് കണ്ട് നീയൊക്കെ പേടിച്ചു അല്ലേ? എനിക്ക് നന്നാകാൻ ഒരു കാരനായി. അങ്ങനെ അനക്കൊരു കാരൻ ഉണ്ടാകട്ടെ. അതിനെന്നെ പടച്ചോൻ കാക്കട്ടെ. എന്താ റിയാസേ, ഇന്ന് കമ്പനിക്കൊന്നും പോണില്ലേ? ഇല്ലടാ, ഞാനത് നിർത്തി. ഞാനേ ഇനി എൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുക. എനിക്കേ കെട്ടിക്കാനായ 2 പെങ്ങന്മാരാ. കുതിര വിട്ട് നടന്നാൽ ശരിയാവില്ല. കോയവാ, ഒരു ഉപ്പ് അടിച്ചിട്ട് പോയിക്കോ. ഇല്ലോ, നമ്മളാ പരിപാടി നിർത്തി. പഹയന്മാരെ, ആ വഴിക്ക് പോകരുത്. ജീവിതം കോഞ്ഞാട്ടേ ആവും. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു. നെഞ്ചകം തഴുകുന്നൊരു തണലുള്ളപ്പോൾ പടച്ചോനെ മറന്നിടുന്നു. സ്വന്തം കൽബിലൊരു നരകം തീർക്കുന്നു. ആ നരകത്തിന് കാവലായി തീരുന്നു. ചെമ്പകം പൂക്കുന്നൊരു കൽവുള്ളപ്പോൾ ശവനാറിപ്പൂ തേടുന്നു. മനുജൻ പാപത്തിൻ വഴിയോടുന്നു.